കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ വാചകങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നത് വഴി, ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും, കുട്ടികളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇപ്പോൾ കുട്ടികളുടെ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ഗുഡ് ജോബ്, അല്ലെങ്കിൽ വെൽ ഡൺ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. പെട്ടെന്നായിട്ട് കേട്ടോ. ഹറി അപ്പ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഹറി അപ്പ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഗെറ്റ് റെഡി ക്വിക്ക്ലി. പെട്ടെന്ന് ഒരുങ്ങുക കേട്ടോ. ഗെറ്റ് റെഡി ക്വിക്ക്ലി. ഇപ്പം നമ്മൾ കുട്ടികളോട് പറയാം, നീ കൂട്ടുകാരോട് നന്നായിട്ട് പെരുമാറണം കേട്ടോ. പ്ലീസ് ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഇപ്പോഴും മുതിർന്നവരോട് നന്നായിട്ട് പെരുമാറണം എന്നങ്ങനെ പറയാം, പ്ലീസ് ബി നൈസ് ടു യുവർ എൽഡേഴ്സ്. അപ്പോഴേ മുതിർന്നവർ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് എൽഡേഴ്സ്. പ്ലീസ് ബി നൈസ് ടു യുവർ എൽഡേഴ്സ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അതത്ര നല്ല കാര്യമല്ല. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, ഇറ്റ്സ് നോട്ട് നൈസ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, ഇറ്റ്സ് നോട്ട് നൈസ്. നിനക്ക് അങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഹൗ ഡെയർ യു ടു സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ്. എന്നോട് അങ്ങനെ സംസാരിക്കുക അല്ലേ? ഹൗ ഡെയർ യു ടു സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർ യു നോട്ട് ഫീലിംഗ് വെൽ? ആർ യു നോട്ട് ഫീലിംഗ് വെൽ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ആർ യു ഫീലിംഗ് അൺവെൽ? ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ്? കുഴപ്പമൊന്നുമില്ലല്ലേ? ആർ യു ഫീലിംഗ് ഓൾ റൈറ്റ്? നിനക്ക് തലവേദന ഉണ്ടോ? ഡു യു ഹാവ് എ ഹെഡേക്ക്? പനിയുണ്ടോ? Do you have a fever? Are you not feeling well? Are you feeling unwell? Are you feeling alright? Do you have a headache? Do you have fever? എപ്പോഴാണ് നിനക്ക് മുറിവ് അല്ലെങ്കിൽ ചതവ്, വേദന പറ്റിയത്? ഹർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല അർത്ഥമുണ്ട്. ഇനി ഹർട്ടിനെ വേദനിപ്പിക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. When did you get hurt? When did you get hurt? ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു? നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? എന്തെങ്കിലും സംഭവിച്ചോ? കണ്ടിട്ട് ആകെ കരഞ്ഞ പോലെ ഇരിക്കുന്നത് അല്ലേ? ഡിഡ് സംതിങ് ഹാപ്പൻ, അല്ലെങ്കിൽ ഡിഡ് സംതിങ് ഹാപ്പൻ ടു യു? കുട്ടികളോട് നമുക്ക് പറയാം അല്ലേ, പ്ലീസ് ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. നീ പോയി പല്ല് തേച്ച്, പ്ലീസ് ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്. ഇത് തന്നെ വേറെ രീതിയിലും പറയാം, പല്ല് തേക്കാനുള്ള സമയമായി കേട്ടോ എന്ന് നമ്മൾ പറയാറില്ലേ? ഇറ്റ്സ് എ ടൈം ടു ബ്രഷ് യുവർ ടീത്ത്. ഇറ്റ്സ് എ ടൈം ടു ബ്രഷ് യുവർ ടീത്ത്. Please go and brush your teeth. It's time to brush your teeth. What do you want to play? നിനക്ക് എന്ത് കളിയാണ് കളിക്കുന്നത്? What do you want to play? What do you want to play? ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഒന്നും മിച്ചം വെക്കരുത് കേട്ടോ. Don't leave anything. Don't leave anything. Please empty your plate. മൊത്തം കഴിക്കുക കേട്ടോ. Please empty your plate. കുറച്ചും കൂടെ കഴിക്കുക എന്ന് നമുക്കങ്ങനെ പറയാം. കുറച്ചും കൂടെ. പ്ലീസ് ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ്. പ്ലീസ് ടേക്ക് എ ഫ്യൂ മോർ ബൈറ്റ്സ്. കുട്ടികൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ അകത്ത് കഴിഞ്ഞ് ഉമ്മ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ, അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ്, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് പ്ലേ വിത്ത് യുവർ ഫുഡ്. ഭക്ഷണം കഴിച്ച് നമുക്കറിയാം, നീ പ്ലേറ്റ് എടുത്തുകൊണ്ട് കഴുകി വെച്ച് പ്ലീസ് ടേക്ക് യുവർ പ്ലേറ്റ് ആൻഡ് വാഷ് ഇറ്റ്. പ്ലീസ് ടേക്ക് യുവർ പ്ലേറ്റ് ആൻഡ് വാഷ് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്ലീസ് ക്ലീൻ യുവർ പ്ലേറ്റ്. അങ്ങനെ വേണം പറയാം അല്ലേ? ഇപ്പോഴും നല്ലൊരു ഹാബിറ്റ് അല്ലേ, തന്നെ കൊണ്ട് ഈ പ്ലേറ്റ് കഴുകുന്നത്. പ്ലീസ് ടേക്ക് യുവർ പ്ലേറ്റ് ആൻഡ് വാഷ് ഇറ്റ്. പ്ലീസ് ക്ലീൻ യുവർ പ്ലേറ്റ്. ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് കുട്ടി വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്നങ്ങനെ ചോദിക്കാം. ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? നീ ഇന്ന് എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? What did you learn today? നിനക്ക് ഹോംവർക്ക് വല്ലതും ഉണ്ടോ? Do you have any homework? നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. Have you got any homework? Have you got any homework? ആദ്യത്തെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ചോദിച്ചിരുന്നത്. രണ്ടാമത് ചോദിച്ചിരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഞാൻ ടെൻസിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ വളരെ വിശദമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 450ഓളം ചാപ്റ്ററുകൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 15 ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എല്ലാ ടെൻസും നമുക്ക് കിട്ടുന്നതാണ്. ടെൻസ് മാത്രമല്ല, ഗ്രാമറും ആവശ്യമുള്ളത്. നമ്മൾ അത്യാവശ്യമുള്ള ഗ്രാമർ മാത്രമേ പഠിക്കുള്ളൂ. നമ്മളത് ഗ്രാമർ കോഴ്സ് അല്ല അല്ലേ. വെൻ ഈസ് യുവർ ഹോംവർക്ക് ഡ്യൂ? ഇപ്പോൾ നിൻ്റെ ഹോംവർക്ക് എന്നാണ് നീ പൂർത്തീകരിക്കുന്നത്? ചിലപ്പോൾ നമുക്ക് 4 ദിവസവും കിട്ടാറില്ലേ. വെൻ ഈസ് യുവർ ഹോംവർക്ക് ഡ്യൂ? ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഹോംവർക്ക് ചെയ്യാൻ എൻ്റെ സഹായം എന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് മീ ടു ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? ക്യാൻ യു ടേക്ക് ഔട്ട് ദ ട്രാഷ്? ഇപ്പോൾ നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടിനകത്ത് വെക്കാറുണ്ടല്ലോ, അതൊന്നും കൊണ്ട് പുറത്ത് വെക്കാവോ, അല്ലെങ്കിൽ ഒന്ന് കൊണ്ടേ കളയാവോ എന്നൊക്കെ. ക്യാൻ യു ടേക്ക് ഔട്ട് ദ ട്രാഷ്? അല്ലെങ്കിൽ റബ്ബിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാൻ യു ടേക്ക് ഔട്ട് ദ റബ്ബിഷ്? ക്യാൻ യു ടേക്ക് ഔട്ട് ദ വേസ്റ്റ്? വേസ്റ്റ് എന്ന് പറയാറില്ല,
ഒന്നൊക്കെ റബ്ബിഷ് അല്ലെങ്കിൽ ട്രാഷ് എന്നൊക്കെയാണ് പറയാറ്. ഇപ്പം നമ്മൾ എന്നെ ഒന്ന് പാത്രം കഴുകാൻ സഹായിക്കാവോ? അമ്മ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറില്ലേ, ക്യാൻ യു ഹെൽപ്പ് മീ ടു ഡു ദ ഡിഷസ്? പാത്രം കഴുകുക എന്നുള്ളതിന് എന്താണ് പറയുന്നത്? ഡു ദ ഡിഷസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബന്ധവുമില്ലേ പാത്രം കഴുകുന്നതായിട്ട്? അപ്പോൾ അങ്ങനെയാണ് സാധാരണ പറയുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ ടു ഡു ദ ഡിഷസ്? ഒരു പ്ലീസ് കൊണ്ട് ചോദിക്കുക അല്ലേ, ക്യാൻ യു ഹെൽപ്പ് മീ ടു ഡു ദ ഡിഷസ് പ്ലീസ്? ക്യാൻ യു ഡ്രൈ ദ ഡിഷസ് പ്ലീസ്? അപ്പോഴെന്താണ് നമ്മൾ പാത്രം കഴുകി ഒന്ന് തുടച്ചു വെക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ഡ്രൈ ദ ഡിഷസ് പ്ലീസ്? ക്യാൻ യു ഡ്രൈ ദ ഡിഷസ് പ്ലീസ്? അപ്പോഴേ എന്നെ ഈ തുണിയൊക്കെ ഒന്ന് അലക്കാനൊക്കെ ഒന്ന് സഹായിക്കുക. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ലോണ്ട്രി? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ലോണ്ട്രി? ഈ കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളയാവോ? അതിന് പീൽ എന്നാണ് പറയുന്നത് അല്ലേ. ക്യാൻ യു പീൽ ദ പൊട്ടേറ്റോസ്? ക്യാൻ യു പീൽ ദ പൊട്ടേറ്റോസ്? ഇനിയിപ്പോഴേ ഈ തൊലിക്കും പീൽ എന്നാണ് പറയുന്നത്. ഈ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിടാവോ? ക്യാൻ യു പ്ലീസ് പുട്ട് ദ ക്ലോത്ത്സ് ടു ഡ്രൈ? ക്യാൻ യു പ്ലീസ് പുട്ട് ദ ക്ലോത്ത്സ് ടു ഡ്രൈ? ഇനി വേറെ രീതിയിൽ പറയാം, ക്യാൻ യു ഹാങ് അപ്പ് ദ ലോണ്ട്രി പ്ലീസ്? അതും ഉണങ്ങാനിടാൻ തന്നെ അല്ലേ. ക്യാൻ യു ഹാങ് അപ്പ് ദ ലോണ്ട്രി പ്ലീസ്? ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ക്യാൻ യു ഹാങ് ഔട്ട് ദ ക്ലോത്ത്സ് പ്ലീസ്? ഇതെല്ലാം ഒരേ അർത്ഥമാണ്, തുണിയൊന്നും ഉണങ്ങാനിടാം എന്നുള്ളൂ അല്ലേ. ക്യാൻ യു പ്ലീസ് പുട്ട് ദ ക്ലോത്ത്സ് ടു ഡ്രൈ? Can you hang up the laundry please? Can you hang out the clothes please? നമ്മുടെ ടോയ്ലറ്റ് ഭയങ്കര വൃത്തിയായിട്ടിരിക്കും, നീ അതൊന്ന് കഴുകാമോ? Our washroom is filthy. Can you clean it please? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, Our washroom looks dirty. Can you clean it please? അപ്പം ഫിൽത്തി എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് കിടക്കുന്നതാണ് ഫിൽത്തി വന്നത് അല്ലേ. Our washroom is filthy. Can you clean it please? Our washroom looks dirty. Can you clean it please? ആ ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാവോ? ക്യാൻ യു വാട്ടർ ദ പ്ലാന്റ്സ് പ്ലീസ്? അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത് എന്താ പറഞ്ഞാൽ വാട്ടർ ദ പ്ലാന്റ്സ്. ക്യാൻ യു വാട്ടർ ദ പ്ലാന്റ്സ് പ്ലീസ്? ആ പട്ടിക്ക് ഇച്ചിരി തീറ്റ കൊടുക്കാവോ? ക്യാൻ യു ഫീഡ് ദ ഡോഗ് പ്ലീസ്? അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ഇച്ചിരി തീറ്റ കൊടുക്കാവോ? ക്യാൻ യു ഫീഡ് ദ കാറ്റ്സ് പ്ലീസ്? അപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ, അടുക്കളയിൽ ഇപ്പോൾ എടുത്ത് കഴിക്കാൻ നമ്മൾ ചിന്തിച്ചാൽ മതി, അതിന് പറ്റാത്തതൊക്കെ നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ക്യാൻ യു ഫീഡ് ദ ഡോഗ് പ്ലീസ്? ക്യാൻ യു ഫീഡ് ദ കാറ്റ് പ്ലീസ്? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളോട് ഇത് സംസാരിക്കുക, കുട്ടികളോട് ഇത് സംസാരിക്കാൻ വേണ്ടി പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.